ഹലോ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് സ്പെഷ്യൽ കറി ആയിട്ടാണ്, അതും വയൽമീൻ വെച്ച്. ഇത് നമ്മുടെ വയലിലുണ്ടാവുന്ന ചെറിയ ചെറിയ മീനുകളാണ്. നല്ല ടേസ്റ്റാണ് കറി വെച്ചാൽ. അപ്പോൾ ഒരുവിധം എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് ഈ ഒരു മീൻ. അപ്പോൾ അവർക്കൊക്കെ ആയിട്ട് ഈ ഒരു കറി എങ്ങനെ ഉണ്ടാക്കുക എന്നാണ് ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഈ ഒരു മീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറുതുണ്ടാവും വലുതുണ്ടാവും. ചെറുതാവുമ്പോൾ ഒന്നും കൂടി കറിക്ക് ടേസ്റ്റ് കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെറുതാണ് ഇവിടെ ചൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ നന്നാക്കി എടുക്കാൻ കുറച്ച് പണിയാണെന്ന് മാത്രം, എന്നാലും നല്ലൊരു റിസൾട്ട് തന്നെ അത് കറി വെച്ച് കൂട്ടുമ്പോൾ നമുക്ക് കിട്ടാറുണ്ട് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ അവിടെ നന്നാക്കി നല്ല കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഒരു മാങ്ങ, ഒരു തക്കാളി, പച്ചമുളക് അത് വേണം. ഇത് എൻ്റെ വീട്ടിലുണ്ടായ മാങ്ങ കേട്ടോ, നല്ല ഫ്രഷാണ്. കഴിഞ്ഞ വീഡിയോയിൽ ചോദിച്ചിരുന്നു അച്ചാറിട്ടപ്പോൾ എവിടുന്ന മാങ്ങ കിട്ടിയെന്ന് നോക്കി. അപ്പോൾ എൻ്റെ വീട്ടിലുണ്ടായതാണ്. അപ്പോൾ പിന്നെ അതുപോലെ ചട്ടിയെടുത്ത് മുളകിട്ട് തക്കാളി ഇട്ട് അതിലേക്കൊരു മാങ്ങയും അരിഞ്ഞിടുക. മാങ്ങയുടെ തോല് കളഞ്ഞ് വേണം ഇടാൻ കേട്ടോ. പിന്നെ അതിലേക്ക് ഞാൻ 2 ടീസ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. അതുപോലെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇടുന്നുണ്ട്. ഇനി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ കല്ലുപ്പാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങളതിൽ ഇല്ലയെന്നുണ്ടെങ്കിൽ സാധാ പൊടിയുപ്പായാലും മതി. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. അതുപോലെ തന്നെ കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായി തിരുമ്പി കൊടുക്കുക. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. എന്നിട്ട് നമുക്കിത് അടുപ്പിൽ വെച്ച് നന്നായി കത്തിച്ചെടുക്കണം. നന്നായി തിളച്ച് വരുമ്പോൾ അതിലേക്ക് നമുക്ക് മീനും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നമുക്ക് മൂടി വെച്ച് വേണം വേവിക്കാൻ. ഒരു 5 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് വേവിച്ചാൽ നമ്മുടെ കറി റെഡി. അപ്പോൾ അതാ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നന്നായി തന്നെ തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അല്പം പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. പലവർക്കും ഈ മീൻ ഭയങ്കര ഇഷ്ടമുള്ളൊരു മീനാണ്. അപ്പോൾ അങ്ങനത്തെ എൻ്റെ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും എനിക്ക് കമൻറ്റ് അയക്കണം, ഈ മീനിനെ കുറിച്ച് പറയണം. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അതുപോലെ ഞാൻ കുറച്ച് കറിവേപ്പിലും കൂടി ഇതിന് മുകളിലിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ബെൽ ബട്ടണും കൂടി അമർത്തുക, എന്നാലേ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുള്ളൂ. അപ്പോൾ ഇനിയും പുതിയ പുതിയ വീഡിയോസായിട്ട് കാണാം. എല്ലാവരും കാത്തിരിക്കുക. താങ്ക് യു.